കാലം തളർത്താത്ത സമരവീര്യം. പ്രതിപക്ഷ നേതാവെന്നാൽ എങ്ങനെ ആയിരിക്കണം, ഏതു രീതിയിൽ പ്രവർത്തിക്കണം? അതാണ് ഇന്ന് പിണറായി വിജയൻ മുഖ്യമന്ത്രി വി.ഡി. സതീശന് കാട്ടിക്കൊടുത്തത്. പിണറായി വിജയൻ സഭയിൽ തീയായി മാറിയപ്പോൾ വി.ഡി. സതീശൻ എന്ന കോൺഗ്രസ്സുകാരുടെ നിലപാടുകളുടെ രാജകുമാരൻ ചൂളിപ്പോയി. യു.ഡി.എഫിനെ വലിച്ച് കീറിക്കൊണ്ട് പിണറായി വിജയൻ ഇന്ന് സഭയിൽ നിറഞ്ഞു നിന്നു. ഇന്ധനവില വർധനവിനെതിരെ സഭ നിർത്തിവെച്ച് ചർച്ച ചെയ്യണമെന്ന് പ്രതിപക്ഷം ആവശ്യപ്പെട്ടു. അടിയന്തര പ്രമേയ നോട്ടീസ് സ്പീക്കർ ചർച്ച ചെയ്യാൻ സമ്മതിച്ചില്ല. അടിയന്തര പ്രമേയ നോട്ടീസ് ചർച്ച ചെയ്യാൻ പറ്റാതെ സ്പീക്കർ തള്ളിക്കളഞ്ഞു. പ്രതിപക്ഷം സർക്കാരിനെതിരെ ആഞ്ഞടിച്ചു. ഈ സമയത്തൊക്കെ സതീശൻ നിശബ്ദനായിരുന്നു. ഇന്ധനവില വർധന എണ്ണ കമ്പനികൾക്ക് ലാഭമുണ്ടാക്കാൻ വേണ്ടിയാണെന്ന് പിണറായി വിജയൻ ആഞ്ഞടിച്ചപ്പോൾ സതീശന് മിണ്ടാട്ടം മുട്ടി. വിലക്കയറ്റം കാരണം ഹോട്ടൽ വ്യവസായം തകർന്നിരിക്കുന്നു. സാധാരണക്കാരുടെ ജീവിതം ദുസ്സഹമായിരിക്കുന്നു. ധവളപത്രം ഇറക്കുമെന്ന് ഉമ്മാക്കി കാട്ടി പേടിപ്പിക്കണ്ട എന്ന് പിണറായി വിജയൻ സതീശൻ്റെ മുഖത്തു നോക്കി പറഞ്ഞപ്പോൾ, ധവളപത്രം ഇറക്കുമെന്ന സതീശൻ്റെ പ്രസ്താവനയെ പിണറായി പുച്ഛിച്ച് തള്ളിയപ്പോൾ ആകെ മൊത്തം സതീശൻ വിളറി വെളുത്തു. വിലക്കയറ്റം സംബന്ധിച്ചുള്ള പ്രതിപക്ഷത്തിൻ്റെ അടിയന്തര പ്രമേയത്തിന് കൃത്യമായ മറുപടി പറയണമെന്ന് മുമ്പ് ധനകാര്യമന്ത്രിയായിരുന്ന, ഇപ്പോൾ MLA ആയിട്ടുള്ള KN ബാലഗോപാൽ പറഞ്ഞു. ഇന്ധനവില വർധന മൂലം സംസ്ഥാന സർക്കാരിന് 100 മുതൽ 150 കോടി വരെ പ്രതിമാസം ഖജനാവിൽ അധികം കിട്ടുന്നുണ്ട്. പണ്ട് പ്രതിപക്ഷത്തിരുന്നപ്പോൾ ഇന്ധന നികുതി കുറയ്ക്കണമെന്ന് പറഞ്ഞ് സമരം ചെയ്ത ആളാണ് സതീശൻ. പാചകവാതകത്തിന് സബ്സിഡി നൽകണമെന്ന് KN ബാലഗോപാൽ പറഞ്ഞപ്പോൾ സതീശന് മിണ്ടാട്ടം മുട്ടി. ഈ വിഷയം സഭയിൽ ചർച്ച ചെയ്യണമെന്ന് പ്രതിപക്ഷം ആവശ്യപ്പെട്ടു. തുടർന്ന് പ്രതിപക്ഷത്തിൻ്റെ വാക്കൗട്ട് സഭയിൽ കണ്ടു. എല്ലാത്തിനും വില കൂടിയിരിക്കുകയാണ് കേരളത്തിൽ. മിൽമ പാലിൻ്റെ അടക്കം വില കൂടി. സാധാരണക്കാരുടെ ജീവിതം ദുസ്സഹമായിരിക്കുന്നു. കേന്ദ്രം കേരളത്തിന് മേൽ അടിച്ചേൽപ്പിക്കുന്ന നയങ്ങളെ 10 വർഷത്തെ കേരള സർക്കാർ നേരിട്ടത് എങ്ങനെയെന്ന് ജനങ്ങൾക്ക് അറിയാം. കേന്ദ്രത്തിൻ്റെ ഭീഷണികൾക്ക് മുമ്പിൽ മുട്ടുകുത്താതെയാണ് 10 വർഷം കേരളത്തെ മുന്നോട്ട് നയിച്ചത് പിണറായി വിജയൻ. അതുകൊണ്ട് തന്നെ സതീശൻ്റെ ഗിമിക്കുകൾ പിണറായിക്ക് മുമ്പിൽ വിലപ്പോയില്ല. സഭയിൽ പ്രതിപക്ഷ നേതാവ് എങ്ങനെയായിരിക്കണമെന്നും പ്രതിപക്ഷ നേതാവെന്നാൽ എങ്ങനെ പ്രവർത്തിക്കണമെന്നും പിണറായി ഇന്ന് കാട്ടിക്കൊടുത്തു. DS അച്യുതാനന്ദൻ പ്രതിപക്ഷ നേതാവായിരുന്നപ്പോൾ UDF വിളറി വെളുക്കുന്ന കാഴ്ച കണ്ടിട്ടുണ്ട് കേരളം. DS അച്യുതാനന്ദന് ശേഷം പിണറായി വിജയൻ പ്രതിപക്ഷ നേതാവായി എത്തുമ്പോൾ മുഖ്യമന്ത്രിയുടെ മുഖത്തടിക്കുന്ന രീതിയിലുള്ള വിഷയമാണ് പിണറായി വിജയൻ അവതരിപ്പിച്ചത്. ഇന്ധനവില വർധനവ് കേരളത്തെ ആകെ മൊത്തം ഞെരുക്കി കൊല്ലുകയാണ്. കേരളീയർക്ക് താങ്ങാനാവുന്നില്ല അത്. ഹോട്ടലുകൾ പൂട്ടുന്നു. പല ഹോട്ടലുകളും പാഴ്സൽ സർവീസുകൾ മാത്രമാക്കി ഒതുക്കി. ഈ സാഹചര്യത്തിലാണ് ഖജനാവിലൊന്നുമില്ലെന്നും ധവളപത്രം ഇറക്കുമെന്നും ഒക്കെ പറഞ്ഞുകൊണ്ട് സതീശൻ നടക്കുന്നത്. എന്തായാലും അതിനെതിരെയാണ് പിണറായി വിജയൻ ഇന്ന് ആഞ്ഞടിച്ചത്. ധവളപത്രം ഇറക്കുമെന്നൊക്കെ പറയുന്നത് സതീശൻ്റെ വെറും ജാടയാണ്. ഖജനാവിൽ അവശേഷിക്കുന്ന പണം എത്രയാണെന്ന് KN ബാലഗോപാൽ സതീശനെ പറഞ്ഞ് മനസ്സിലാക്കി. പ്രതിപക്ഷം ആഞ്ഞടിക്കുമ്പോൾ സതീശനെ പ്രതിപക്ഷത്തിൻ്റെ ആക്രമണത്തിൽ നിന്ന് രക്ഷിക്കാൻ ഭരണപക്ഷത്തുള്ള ആരും മുന്നോട്ട് വന്നില്ല എന്നതും ശ്രദ്ധേയം. എന്തായാലും പിണറായിയെ സഭയിൽ കിട്ടണം എന്ന് KM ഷാജി
നമ്മുടെ പിണറായിക്കെതിരെ മത്സരിച്ച അബ്ദുൾ റഷീദിനോട് പറഞ്ഞതൊക്കെ ഞങ്ങൾ ഇന്നലെ റിപ്പോർട്ട് ചെയ്തിരുന്നു. സഭയിൽ കിട്ടിയപ്പോൾ ആരാണ് സഭയിൽ വന്നതെന്ന് സതീശൻ അറിഞ്ഞു. ED റെയ്ഡും അതിനെ തുടർന്നുള്ള സംഭവ വികാസങ്ങളും ഒക്കെ ഇടതുപക്ഷത്തെ തകർക്കുമെന്നാണ് സതീശൻ വിചാരിച്ചിരുന്നതെങ്കിൽ അതൊക്കെ തെറ്റിച്ചുകൊണ്ടായിരുന്നു പിണറായിയുടെ സഭയിലെ പ്രകടനം. സതീശനെ ചുരുട്ടി കൂട്ടിക്കളഞ്ഞു പിണറായി വിജയൻ.